സോസും ധാരാളം പച്ചക്കറിയും ചേർത്ത് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന വിഭവം വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ്. വെജിറ്റബിൾസ് ധാരാളം ചേർക്കുന്നതുകൊണ്ട് ഇത് നല്ല പോഷകഗുണമുള്ള സാൻഡ്വിച്ച് ആണ്. ഇതിന്റെ പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ ഇത് വൈറ്റ് സോസ് ചേർത്താണ് തയ്യാറാക്കുന്നത്. ഇതിന്റെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. ആദ്യമായി ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡ് നല്ല കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് 6 പീസ്. പിന്നെ കാബേജ് ഗ്രേറ്റ് ചെയ്തത് ഒരു 2-3 ടേബിൾ സ്പൂൺ. ക്യാപ്സിക്കം ഗ്രേറ്റ് ചെയ്തത്. ക്യാരറ്റ് 2-3 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തത്. കോൺഫ്ലവർ അത് 2 ടേബിൾ സ്പൂൺ. സവാള ഒരു പകുതി സവാള കൊത്തിയരിഞ്ഞത്. പാല് 1/4 കപ്പ്. ഇത് സോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഉപ്പ് സാൻഡ്വിച്ചിൽ ആവശ്യത്തിനനുസരിച്ച് ഇടേണ്ടതാണ്. കുരുമുളക് പൊടി ആവശ്യത്തിന്. ഇത്രയുമാണ് ഇതിന്റെ ചേരുവകൾ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മളൊരു പാൻ എടുത്ത് തീ ഓൺ ചെയ്ത ശേഷം അതിൽ ബട്ടർ ഇട്ട് അതിന് ശേഷം കോൺഫ്ലവർ ചേർത്ത് അതിന് ശേഷം പാലിട്ട് നന്നായി കട്ടകെട്ടാതെ ഇളക്കി കുറുക്കിയെടുക്കുന്നു. അതിൽ കുരുമുളക് പൊടി, ഉപ്പ് നമ്മൾ സോൾട്ട് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അതിനാൽ അധികം ഉപ്പിന്റെ ആവശ്യം വരുന്നില്ല. ഈ സോൾട്ട് ബട്ടർ ചേർക്കാത്തവർ സാധാരണ ബട്ടർ ചേർക്കുന്നവർ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് കുറുക്കിയെടുക്കും. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റ് ആയ ശേഷം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കോൺഫ്ലവർ ഇട്ട് ചൂടാക്കുക. ഇത് ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കോൺഫ്ലവർ കോൺഫ്ലവറും ബട്ടറും കൂടി നന്നായി മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് പാലൊഴിച്ച് കട്ട കൂടാതെ നന്നായി ഇളക്കുക. ഇതിപ്പോ ഏകദേശം കുറുകി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത ശേഷം ഇറക്കി വയ്ക്കുക. ഇവിടെ നമ്മുടെ വൈറ്റ് സോസ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾ ഫില്ലിങ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. തയ്യാറാക്കിയ വൈറ്റ് സോസിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇടാം. ക്യാരറ്റ് ഇട്ട ശേഷം അടുത്തതായി നമുക്ക് സവാള കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. സവാള കൊത്തിയരിഞ്ഞത് മുഴുട്ട ശേഷം നമുക്ക് ക്യാപ്സിക്കം കൊത്തിയരിഞ്ഞത് ചേർക്കാം. ക്യാപ്സിക്കം ഇട്ട ശേഷം കാബേജ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, അതും കൂടി ചേർക്കാം. ഇപ്പൊ നമ്മൾ കാബേജ് കൂടി ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ച് വിത്ത് വൈറ്റ് സോസ് തയ്യാറായി കഴിഞ്ഞു. ബ്രെഡ് പീസസ് 4 വശവും അരിവശം കളഞ്ഞ ശേഷം അതിൽ നമുക്ക് ബട്ടർ പുരട്ടി വയ്ക്കും.
ബ്രെഡ് പീസസിൽ ബട്ടർ നന്നായി പറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഫില്ലിങ്സ് ഇതിലേക്ക് നിറച്ച് വേറൊരു പീസ് ബ്രെഡിലും ഇതുപോലെ ഒരു വശത്ത് ബട്ടർ പറ്റിയ ശേഷം ഇതിന്റെ മീതെ വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബ്രെഡ് പീസസ് ഞാൻ വേറൊരു ബ്രെഡിന്റെ മീതെ വെച്ച് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഇവിടെ വെജിറ്റബിൾ സാൻഡ്വിച്ച് വിത്ത് വൈറ്റ് സോസ് തയ്യാറായി കഴിഞ്ഞു. ഇത് ഇനി ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഗാർണിഷ് ചെയ്യാം. ഇത് ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ഫ്ലവർ ആണ്. ഇത് ഞാൻ ചുറ്റും വെക്കുന്നത്, സൈഡിൽ വെക്കുന്നത് മല്ലിയില, കൊറിയാണ്ടർ ലീവ്സ് ആണ്. ഇത് വളരെ സിമ്പിളായ ഒരു ഗാർണിഷിംഗ് ആണ്. ഈ ടൊമാറ്റോ കൊണ്ടുള്ള ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടൊമാറ്റോ ഫ്ലവറിന് വേണ്ട സാധനങ്ങൾ ഇത്രയുമാണ്. ഒരു ടൊമാറ്റോ, ഇത് ചെറിയ പൂവ് ഉണ്ടാക്കാനാണെങ്കിൽ ചെറിയ ടൊമാറ്റോ, വലിയ പൂവാണെങ്കിൽ വലിയ ടൊമാറ്റോ എടുക്കാം. പിന്നെ ഒരു ഷാർപ്പ് നൈഫ്, ഇത്രയുമാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ. ഈ ടൊമാറ്റോ എടുത്ത് അതിന്റെ ടോപ്പ് കട്ട് ചെയ്യുക. വെജിറ്റബിൾ സാൻഡ്വിച്ച് വിത്ത് വൈറ്റ് സോസ് വളരെ സിമ്പിളായ ഒരു പ്രിപ്പറേഷനാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ലഞ്ചായി കൊടുക്കാനും സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാൻ വളരെ നല്ല ഒരു സാൻഡ്വിച്ച് ആണ്. ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും.